ഈ കാവടിയും തുള്ളി പോകുന്നത് എടുത്തേക്കാന്നറിയോ? വെറുതെ എടുത്തിക്കൊല്ല നമ്മുടെ സ്വന്തം ബാംഗ്ലൂരേക്ക്. ബാംഗ്ലൂർ ഡേയ്സ് സിനിമയും കണ്ട് ബാംഗ്ലൂർ എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാനും ബാഗ് തൂക്കി ബാംഗ്ലൂരേക്ക് പോയി. അവസാനം അടുത്തെപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത്. ആദ്യം എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് മാസ്ക് വർക്ക് ചെയ്താനാണ്. അങ്ങനെ 1/2 മണിക്കൂറുള്ള റൂമിലേക്ക് ട്രാഫിക്കിൽ കഴിഞ്ഞ് എത്തിയതും 1.5 മണിക്കൂറിന് ശേഷം ഫ്രഷ് ആയിട്ട് നേരെ വിട്ടത് ഫീനിക്സ് മാളിലേക്ക്. ഇങ്ങനെ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും പോയത് ഇങ്ങനെയായിരുന്നു. എല്ലാം ട്രാജഡി ആയതുകൊണ്ട് അടുത്തത് ഫുഡിലൊന്നും പിടിക്കുമെന്ന് വിചാരിച്ചു. പുറത്ത് നിന്ന് 2 സാറ പോസ് ഇട്ടിട്ട് 4-5 ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലാൻ ഇട്ടു. ഈ ട്രാഫിക്കെല്ലാം വെച്ചിട്ട് വേറെ എവിടെ പോവാൻ, തൊട്ടപ്പുറത്തുള്ള VR ബാംഗ്ലൂർ. അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങിന് ശേഷം ഇന്നത്തെ ദിവസത്തിനോട് ഗുഡ് ബൈ പറഞ്ഞു. കയ്യിൽ പിടിച്ചിട്ട് പോ. ഞാൻ ഉദ്ദേശിച്ച ബാംഗ്ലൂർ ഇതെല്ലാന്ന് പറഞ്ഞിട്ട് സങ്കടത്തിലിരിക്കുന്ന എന്നെ ഇവർ നേരെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയത് ചർച്ച് സ്ട്രീറ്റിലേക്കാണ്. ചർച്ച് സ്ട്രീറ്റിലൂടെ കുറച്ച് പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ മനസ്സിൽ കണ്ട എൻ്റെ ബാംഗ്ലൂർ. അങ്ങനെ മനസ്സെന്ന് പറഞ്ഞ് കുറച്ചുകൂടെ പോയിട്ടാകുമ്പോൾ മനസ്സിലായി, മനസ്സ് മാത്രം നിറഞ്ഞാൽ പോരല്ലോ, വയറും കൂടി നിറയണ്ടേ. അപ്പോൾ വിചാരിച്ചു നല്ലൊരു കേരള സദ്യ തന്നെ കഴിക്കാം. കേരള സദ്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരെന്നെ കൊണ്ടുപോയത് എരിവും പുളിയിലേക്കാണ്. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു. ചിക്കനും മട്ടനും ഇല്ലാണ്ട് എന്ത് സദ്യ. വയറ് നിറച്ച് ചോറും കഴിച്ചിട്ട് ഒരു ഗോളി സോഡ അകത്താക്കിയിട്ട് നമ്മൾ നേരെ വിട്ടത് സ്നോ സിറ്റി. എവിടെ പോയാലും ട്രാജഡി തന്നെ വിട്ടു പോകുന്നില്ല. നോക്കറോ സിറ്റിക്ക് പോകാൻ വേണ്ടിട്ട് കുറെ കമ്പും കോലും കുത്തിവെച്ചിനെ. ഇതെല്ലാം ഇട്ടിട്ട് കാണാൻ നല്ല ബഗിടാണെങ്കിലും എക്സൈറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഇതൊന്നും മൈൻഡ് ആക്കിക്കാം. പക്ഷെ ഇവരെ കാണാൻ എന്തൊരു രസം നോക്ക്. ഉള്ള എൻ്റെ ആഗ്രഹമാണ് ഒരു തണുപ്പുള്ള ഒരു നാട്ടിൽ പോകാൻ. ആ ആഗ്രഹം കൊണ്ട് തന്നെ ആദ്യം കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്തേണെന്നറിയുന്നില്ല, മഞ്ഞ വാരുന്നു, കോരുന്നു, എറിയുന്നു. ഇതിനിടയിൽ ഒരാളാണെങ്കിൽ അതിന്റെ ടേസ്റ്റും നോക്കി. ഇന്ന് പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് തന്നെ വലിയൊരു സംഭവമാണ്. കാരണം ഗ്ലൗസ് ഉരുന്നു ഇതന്നെയായിരുന്നു പണി. പോരാത്തതിന് തണുത്ത് വറക്കാനും തുടങ്ങി. കുഞ്ഞിനെ കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നിയിട്ടാ. ഇത്ര ചെറുതിനല്ല എങ്ങനെയാണ് ഈ തണുപ്പത്ത് പിടിച്ചു കൊണ്ടുവരാൻ അവർക്ക് തോന്നിയത്. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മഞ്ഞെല്ലാണെങ്കിൽ ഷൂവിന്റെ ഉള്ളിലും കയറി. പിന്നെ പറയേ വേണ്ട, ദൈവമേ മരവിച്ച അവസ്ഥ. എന്നാലും ഇത്രയെല്ലാം പൈസ ഞാൻ കൊടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ട് പകുതിന്ന് പുറത്തേക്ക് പോകുന്ന നാണക്കേടല്ലേ. DJ എല്ലാം സ്റ്റാർട്ട് ആയപ്പോൾ 2 സ്റ്റെപ്പെല്ലാം ഇട്ടതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഫോട്ടോ ഫ്രെയിമും വാങ്ങിയിട്ട് നേരെ പുറത്തോട്ട് പോയി. കുറേ മഞ്ഞിൽ കളിച്ചോണ്ടോ അറിയില്ല, ഭയങ്കര വിശപ്പ്. അപ്പോൾ പിന്നെ നേരെ കരാച്ചി ബേക്കറിയിൽ പോയിട്ട് കുറച്ച് ബിസ്ക്കറ്റും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു.